സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ഇലക്ഷൻ ആൻഡ് ഡെമോക്രസി എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. യൂണിറ്റിൻ്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, ഇലക്ഷൻ ആൻഡ് ഡെമോക്രസി, തിരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്നുള്ള ചാപ്റ്റർ. അതിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു തുടങ്ങാനുള്ളത് കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറയുന്ന ഒരു ഭാഗം മുതലാണ്. കോൺസ്റ്റിറ്റ്യുവൻസീസ് അഥവാ നിയോജക മണ്ഡലങ്ങൾ എന്ന് മലയാളത്തിൽ പറയാം. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, എന്താണ് നിയോജക മണ്ഡലങ്ങൾ, അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഏറ്റവും ആദ്യം ഇവിടെ നിങ്ങൾക്ക് രണ്ട് മാപ്പ് നൽകിയിട്ടുള്ളത് കാണാം. ഒന്ന് കേരളത്തിന്റെ മാപ്പാണ്, മറ്റൊന്ന് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഒരു ചെറിയൊരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദി മാപ്പ് ഓഫ് ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഓഫ് കേരള and Manjeshwaram Assembly Constituency of Kasaragod District is given. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ആ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെയും പേരുകൾ ഏതൊക്കെയാണ് എന്ന് ഇവിടെ ഈ ഒരു മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതുമാണ്. അപ്പം നമുക്ക് ആ പേരുകളൊന്ന് ആദ്യം ഒന്ന് പരിചയപ്പെട്ട ശേഷം ടെക്സ്റ്റ് ബുക്കിലെ ബാക്കി ഭാഗങ്ങളിലേക്ക് വരാം. ഞാനിവിടെ പേജ് ഒന്നുകൂടി സൂം ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് ആ പേരുകൾ നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നോർത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള, ശ്രദ്ധിക്കണേ, ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഓഫ് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. 20 എണ്ണമാണ് ഉള്ളത്. ആ 20 എണ്ണത്തിൽ ഇവിടെ പറയുന്നു, നോർത്ത് മുതലേ നമ്മൾ നോക്കുകയാണെങ്കിൽ കാസർഗോഡ്, കണ്ണൂർ, വടകര, വയനാട്, കോഴിക്കോട്, അതേപോലെ മലപ്പുറം, പൊന്നാനി, പാലക്കാട്, ആലത്തൂർ, തൃശൂർ, ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, മാവേലിക്കര, കൊല്ലം, ആറ്റിങ്ങൽ, തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ ഇങ്ങനെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ കേരളത്തിലുണ്ട്. ഓരോ സംസ്ഥാനത്തിലും ഓരോ എണ്ണമായിരിക്കും ഉണ്ടാവുക. അവിടുത്തെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള എണ്ണമായിരിക്കും ലോക്സഭാ മണ്ഡലങ്ങളായിട്ടുണ്ടാവുക. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും എന്തല്ല, ഒരേ എണ്ണമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി ഞാൻ പേജ് ചെറുതാക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ എന്ത് കാണാം, മറ്റൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ആ മാപ്പ് ഏത് മാപ്പാണ്? അത് മഞ്ചേശ്വരം, അല്ലെ? മഞ്ചേശ്വരം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, കാസർഗോഡ് ഡിസ്ട്രിക്ട്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിന്റെ ഒരു മാപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു നിയമസഭാ മണ്ഡലമാണ് ഇവിടെ ഈ ഒരു ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ജില്ല കാസർഗോഡ് ജില്ല, ആ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിന്റെ ചിത്രമാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസീസ് നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി, അതേപോലെ മറ്റൊന്ന് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, അല്ലെ? ഒന്ന് ലോക്സഭാ മണ്ഡലം, മറ്റൊന്ന് നിയമസഭാ മണ്ഡലം. അപ്പൊ ഇതെന്താ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, എന്താണ് നിയോജക മണ്ഡലങ്ങൾ എന്നത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ വായിച്ച് പരിശോധിക്കാം. ഓക്കെ, ഡു MPs elected from the state to the Lok Sabha and the MLAs elected to the state legislative assembly represent the same constituency? നമ്മളോടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന ഒരു ഉത്തരമായിരിക്കും, എങ്കിലും ചോദ്യം എന്താണ്? നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന MP-മാരുണ്ട്. ഈ അടുത്താണ് ഒരു ഇലക്ഷൻ കഴിഞ്ഞത്, നമുക്കറിയാം. ആ ഇലക്ഷനിൽ പലരും വിജയിച്ചു, പലരും പരാജയപ്പെട്ടു. 20 ആളുകളെ ലോക്സഭയിലേക്ക് ജനങ്ങൾ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തു നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന MP-മാരും അതേപോലെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരും ഒരേ മണ്ഡലത്തിൽ നിന്നാണോ മത്സരിച്ചത്, അല്ലെങ്കിൽ ഒരേ മണ്ഡലത്തെയാണോ പ്രതിനിധീകരിക്കുന്നത്? ഓക്കെ, MP-മാരും MLA-മാരും ഒരേ മണ്ഡലത്തിനെയാണോ, ഒരേ സ്ഥലത്തെ തന്നെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിയെ തന്നെയാണോ, ഒരേ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരേ നിയോജക മണ്ഡലത്തെ തന്നെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത്? രണ്ടുപേരും, MP-യും MLA-യും വിജയിക്കുന്നത് അല്ലെങ്കിൽ മത്സരിക്കുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. ഒരേ പ്രദേശത്ത് തന്നെയാണോ?
നമുക്കറിയാം അല്ല, ഒരേ പ്രദേശത്ത് നിന്നല്ല. ലോക്സഭാ ഇലക്ഷന്റെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു ഏരിയ ആയിരിക്കും. അതേപോലെ നിയമസഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ പ്രദേശമായിരിക്കും. ഇപ്പൊ ഇവിടെ ഈ ഒരു രണ്ട് മാപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നമ്മൾ നോക്കുമ്പോൾ ഇതാ ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ 1, 2, 3, 4, 5 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് ഇത് മഞ്ചേശ്വരം എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് നമ്മുടെ ഇടതുഭാഗത്തുള്ള കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഈ ഒരു മാപ്പിൽ കൊടുത്തത് അത് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്, ലോക്സഭാ മണ്ഡലങ്ങളാണ്. ആ ലോക്സഭാ മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ കാസർഗോഡ് പ്രദേശം മുഴുവനായിട്ട് ഒരൊറ്റ മണ്ഡലമാക്കിയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അസംബ്ലി മണ്ഡലങ്ങൾ എണ്ണം കൂടും. അതായത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ എത്രയുണ്ടാവും? 2, 3, 4, 5 എന്തുണ്ടാവാം? അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ്, അസംബ്ലി മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ശ്രദ്ധിക്കാം. They represent different constituencies. MLA-മാരും MP-മാരും ഒക്കെ ഒരേ കോൺസ്റ്റിറ്റ്യുവൻസി അല്ല, അവർ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസിനെ റെപ്രസെന്റ് ചെയ്ത് മത്സരിച്ച് വിജയിക്കുന്ന ആൾക്കാരാണ്. ടു ഇലക്ട് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ്, ശ്രദ്ധിക്കുക, നമുക്കിവിടെ പഠിക്കാനുള്ള കാര്യം വരുന്നേ ഉള്ളൂ. To elect people's representatives, the states and union territories are divided into small geographical areas. ശ്രദ്ധിക്കുക, നമുക്ക് പഠിക്കാനുള്ള കാര്യം ഇതാണ്. To elect people's representatives, അതായത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി the states and union territories are divided into small geographical areas. ഓരോ സംസ്ഥാനത്തെയും അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്ര ഭരണ പ്രദേശത്തെയും എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയ ചെറിയ ഭൂപ്രദേശ മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയാസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇലക്ട് ദി പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ്. ദീസ് ജിയോഗ്രഫിക്കൽ ഏരിയാസ് ആർ കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഇങ്ങനെ ചെറിയ ചെറിയ ഭൂപ്രദേശ മേഖലകളായി നമ്മൾ തിരിച്ചെന്ന് പറഞ്ഞു. ഈ ഭൂപ്രദേശ മേഖലകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺസ്റ്റിറ്റ്യുവൻസീസ്, നിയോജക മണ്ഡലങ്ങൾ എന്ന് വിളിക്കുന്നത്. Each constituency has almost equal number of population. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രദേശങ്ങളെ നമ്മൾ ഓരോരോ കോൺസ്റ്റിറ്റ്യുവൻസിയാക്കി തിരിക്കുന്നത്? ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഏകദേശം ഒരേപോലെയുള്ള ജനസംഖ്യയായിരിക്കും ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും, ഓരോ നിയോജക മണ്ഡലത്തിലും ഉണ്ടാവുക എന്നും നമ്മൾ മനസ്സിലാക്കുക. അതും ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസി ഹാസ് ഓൾമോസ്റ്റ് ഈക്വൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ. Okay, in proportion to the population, our country has been divided into 543 constituencies for Lok Sabha election. ശ്രദ്ധിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, എക്കാലത്തും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല. എന്താ ഇവിടെ പറയുന്നത്? ഇൻ പ്രൊപ്പോർഷൻ ടു ദി പോപ്പുലേഷൻ അവർ കൺട്രി ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു 543 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ ദി ലോക്സഭ ഇലക്ഷൻ. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ ജനസംഖ്യാനുപാതത്തിൽ ആകെ 543 നിയോജക മണ്ഡലങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ, ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ട് എന്നാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞത്? 543. നമ്മുടെ കേരളത്തിലെ 20 ഉൾപ്പെടെ. ഓക്കെ, 543 ലോക്സഭാ മണ്ഡലങ്ങൾ, ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് എവിടെയുണ്ട്? നമ്മുടെ രാജ്യത്തുണ്ട്. ഓക്കെ, 1 representative is elected from each constituency. നമുക്കറിയാം, MP-മാരായി മത്സരിക്കുകയാണെങ്കിലും MLA-മാരായി മത്സരിക്കുകയാണെങ്കിലും എത്ര പേർക്ക് വേണമെങ്കിലും മത്സരിക്കാം, പക്ഷേ ഒരാൾ മാത്രമേ അവിടെ വിജയിക്കുള്ളൂ, അല്ലെ? 1 representative is elected from each constituency. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുക? വിജയിക്കുക. Similarly, each state has assembly constituencies. ശ്രദ്ധിക്കാം, each state has assembly constituencies in proportion to its population. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ എന്തുണ്ട്? ഇവിടെ നമ്മൾ പറഞ്ഞതാ ഈ മഞ്ചേശ്വരം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഓഫ് കാസർഗോഡ് ഡിസ്ട്രിക്ട് നമ്മൾ കണ്ടു. അപ്പൊ ഇത് കേരളത്തിലുള്ള കാസർഗോഡ് ജില്ലയിലുള്ള ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഏത്? മഞ്ചേശ്വരം എന്ന് പറയുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പൊ ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ എത്രയുണ്ട്? 140. ഇവിടെ പറയുന്നു 140 ആണ്. 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് എവിടെയുണ്ട്? നമ്മുടെ കേരളത്തിലുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും എന്തല്ല? ഈക്വൽ അല്ല. കാരണം നമ്മൾ പറഞ്ഞു, ഓരോ സ്റ്റേറ്റിലുമുള്ള പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസ് തീരുമാനിക്കുക.
അപ്പോൾ കേരളത്തിലെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് എത്രയാക്കിയിട്ടുണ്ട്? 140 നിയോജക മണ്ഡലങ്ങളാണ്. 140 നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ഓക്കെ, ലോക്സഭാ മണ്ഡലങ്ങളോ നമ്മൾ പറഞ്ഞു അത് 20 ഈ ഒരു ചിത്രത്തിൽ നമ്മൾ പറഞ്ഞല്ലോ 20. ഓക്കെ, അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ 543 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് ഇന്ത്യയിലുള്ളത്. അതിൽ കേരളത്തിൽ എത്രയാണ്? കേരളത്തിൽ 20 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ്, 20 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ്, 20 ലോക്സഭാ മണ്ഡലങ്ങളും അതേപോലെ 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ്, 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസും അഥവാ നിയമസഭാ മണ്ഡലങ്ങളുമാണ് കേരളത്തിലുള്ളത്. ഓക്കെ, ഈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്നാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? MLA-മാരെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുക. അതേപോലെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്നാണ് 20 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് നമ്മൾ പറഞ്ഞു, ലോക്സഭാ മണ്ഡലങ്ങൾ. അവിടെ നിന്നാണ് ലോക്സഭാ MP-മാരെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കണക്കുകൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതൊക്കെ കണക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാനൊന്ന് ടിക്കിട്ട് ഇവിടെ കാണിക്കാം. ഓക്കെ, ഏറ്റവും ആദ്യം ഇന്ത്യയിലെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ എണ്ണം എത്രയാ? 543 അല്ലെ? എത്രയാണ്? 543 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇന്ത്യയിലുണ്ട്. കേരളത്തിലെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് എത്രയാ? അത് 20 ആണ്, 20. അതേപോലെ കേരളത്തിലെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണെങ്കിൽ, നിയമസഭാ മണ്ഡലങ്ങളാണെങ്കിൽ 140 ആണ്. ഓക്കെ, അപ്പൊ ഈ 3 ഫാക്ട്സും പ്രത്യേകം ഓർത്തു വെക്കേണ്ടതാണ്. ഇനി റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, സംവരണ മണ്ഡലങ്ങൾ. ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കേൾക്കാറുണ്ട് ചില മണ്ഡലങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോൾ വനിതകൾക്ക് റിസർവ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ചില വാർഡുകൾ, ചില പ്രസിഡന്റ് പദവികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? സ്ത്രീകൾക്ക്, വനിതകൾക്ക് റിസർവ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ മത്സരിക്കുന്നത് ആർക്കേ പാടുള്ളൂ? മത്സരിക്കാനുള്ള അവകാശം ആർക്കേയുള്ളൂ? അവിടെ സ്ത്രീകൾക്ക് മാത്രമേ അങ്ങനെയുള്ള വാർഡുകളിൽ മത്സരിക്കാനുള്ള അവകാശമുള്ളൂ. ഓക്കെ, അത് ഓരോ വർഷം കൂടുമ്പോൾ ചിലപ്പോൾ റൊട്ടേഷൻ വ്യവസ്ഥയിൽ മാറി മാറി വരാറുണ്ട്. അപ്പോൾ റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറയുമ്പോൾ സംവരണ മണ്ഡലങ്ങളാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആർക്ക് സംവരണം ചെയ്ത കാര്യമാണ് ഇവിടെ പിന്നെ വായിക്കുമ്പോൾ മനസ്സിലാവും. ശ്രദ്ധിക്കുക, റിസർവ് ചെയ്യാന്ന് പറയുമ്പോൾ സംവരണം ചെയ്യുന്നതാണ്. ബസ്സിലൊക്കെ കയറുകയാണെങ്കിൽ നമുക്കറിയാം ചില സീറ്റുകളിൽ ലേഡീസിന് റിസർവ്ഡ് ആണ്. അതേപോലെ കാഴ്ച ഇല്ലാത്തവർക്കും അതേപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കും വൈകല്യമുള്ളവർക്കൊക്കെ ചില സീറ്റുകൾ റിസർവ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? സംവരണം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയാസങ്ങളുള്ള ആളുകൾ ബസ്സിൽ കയറുന്ന സമയത്ത് അവർക്ക് അങ്ങനെ സംവരണം ചെയ്യുന്ന സീറ്റ് ഉണ്ടാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് ചെറിയൊരു പരിഹാരം അവിടെ പിന്നെ ആവുകയാണ് ചെയ്യുന്നത് അല്ലെ? ഇത്തരത്തിൽ ചില നിയോജക മണ്ഡലങ്ങൾ നമ്മൾ റിസർവ് ചെയ്യുന്നുണ്ട് സമൂഹത്തിലെ ദുർബലരായിട്ടുള്ള ആളുകൾക്ക്. അതെന്തിനു വേണ്ടിയിട്ടാ? അങ്ങനെ ദുർബലരായിട്ടുള്ള ആളുകളെ കൂടി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക്, മെയിൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ വായിക്കാം എന്താ പറയുന്നത് നോക്കാം. There is a possibility of same powerful and dominating group winning in all constituencies in the simple majority system. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ് സിമ്പിൾ മജോറിറ്റി സിസ്റ്റം എന്താണെന്നുള്ള കാര്യം അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. അപ്പൊ നമ്മുടെ പിന്നെ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സിമ്പിൾ മജോറിറ്റി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ഇലക്ഷനിൽ ഒരു സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് സമൂഹത്തിലെ പിന്നെ പ്രബലരായിട്ടുള്ള വിഭാഗക്കാരുണ്ടാവും അല്ലെ? ചില പ്രബല വിഭാഗക്കാർ, സമൂഹത്തിൽ നല്ല സമ്പത്തുള്ള, ജാതിപരമായൊക്കെ മേൽക്കോയ്മ പിന്നെ ഉയർന്ന നിലയിലുള്ള അങ്ങനെയുള്ള പ്രബലരായിട്ടുള്ള ആളുകൾ തന്നെ എല്ലായ്പ്പോഴും മത്സരിക്കാനും വിജയിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സമൂഹത്തിലെ പ്രബലരായിട്ടുള്ള ആളുകൾ തന്നെ എപ്പോഴും മത്സരിക്കുക, അവർ തന്നെ എപ്പോഴും വിജയിക്കുക, അങ്ങനെയുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് സിമ്പിൾ മജോറിറ്റി സിസ്റ്റത്തിൽ. സോ ഷുഡന്റ് വി എൻഷുർ ദി റെപ്രസെന്റേഷൻ ഓഫ് ദി വീക്ക് and the oppressed section of the society also in the Lok Sabha and the state assemblies? നമ്മോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ആയാൽ, നമ്മൾ ഈ പറഞ്ഞതുപോലെ ആയാൽ മതിയോ? മറിച്ച് എന്ത് വേണ്ടേ? ഈ പറയുന്ന പിന്നെ സമൂഹത്തിലെ ദുർബലരായിട്ടുള്ള അല്ലെ, അടിച്ചമർത്തപ്പെട്ട താഴ്ന്ന വിഭാഗത്തിലുള്ള കുറെ വിഭാഗങ്ങൾ, കുറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കും ലോക്സഭാ ഇലക്ഷനിലും അതേപോലെ അസംബ്ലി ഇലക്ഷനിലൊക്കെ മത്സരിക്കാനുള്ള, അവിടേക്കൊക്കെ അവരുടെ പ്രതിനിധികളെ അയക്കാനുള്ള അവസരം നമ്മൾ ഉറപ്പ് നൽകേണ്ടതല്ലേ?
ഓക്കെ, ഇങ്ങനെയുള്ള സമൂഹത്തിലെ ദുർബലരായിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളെയും ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒക്കെ അയക്കാനുള്ള ഒരു അവസരം നമ്മൾ അവർക്ക് നൽകേണ്ടതല്ലേ? തീർച്ചയായിട്ടും നമ്മൾ നൽകണം അല്ലെ? എപ്പോഴും സമൂഹത്തിലെ ഉന്നത വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം മത്സരിച്ച് വിജയിച്ചാൽ പോരാ, താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കും അതിനുള്ള അവസരവും ഉണ്ടാവണം. അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അതിനുള്ള ഒരു സൊല്യൂഷൻ ആണെന്ത്? റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. നോക്കാം. The principle of reserved constituency has been introduced by the makers of our constitution to ensure the representation of such groups. Okay, അപ്പോൾ ഈ റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്ന ഈ സംവരണ മണ്ഡലങ്ങൾ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്ന നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കള് അങ്ങനെ ഒരു സംഭവം നടപ്പിലാക്കിയത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് പ്രശ്നം? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ പറഞ്ഞല്ലോ, സമൂഹത്തിലുള്ള വീക്ക് ആയിട്ടുള്ള, അതേപോലെ ഒപ്രസ്ഡ് ആയിട്ടുള്ള അഥവാ അടിച്ചമർത്തപ്പെട്ട താഴേക്കിടയിലുള്ള ആളുകൾ, അവർക്കും ലോക്സഭ അതേപോലെ അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് ലോക്സഭാ ഇലക്ഷനിലും അതേപോലെ അസംബ്ലി ഇലക്ഷനിലൊക്കെ മത്സരിക്കാനും വിജയിക്കാനും അങ്ങനെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ ജനപ്രതിനിധികൾ ഉണ്ടായി വരാൻ വേണ്ടിയിട്ടാണ് ഈ റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി, സംവരണ മണ്ഡലങ്ങളിൽ നിന്നുള്ള ഒരു ആശയം, അങ്ങനെ ഒരു ആശയം നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ accordingly, seats have been reserved in Lok Sabha and state assemblies for scheduled castes and scheduled tribes in proportion to their population. അപ്പോൾ ഈ ഒരു റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനും അതേപോലെ ഷെഡ്യൂൾഡ് ട്രൈബും അവരൊക്കെ സമൂഹത്തിലെ പലപ്പോഴും മുഖ്യധാരയിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് പ്രയാസങ്ങളുള്ള വിഭാഗമാണ്. പട്ടികജാതിക്കാര്, പട്ടികവർഗക്കാര്. ഓക്കെ, ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുമ്പോൾ പട്ടികജാതി, അതേപോലെ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുമ്പോൾ പട്ടികവർഗം, ആദിവാസികളെ പോലെയുള്ള ആളുകളൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനും അതേപോലെ ഷെഡ്യൂൾഡ് ട്രൈബിനും SC/ST എന്ന് നമ്മൾ ചുരുക്കി പറയാം അല്ലേ? അപ്പോൾ SC/STക്കാർക്ക് അവരുടെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചില സീറ്റുകൾ ലോക്സഭയിലേക്കും അതേപോലെ സ്റ്റേറ്റ് അസംബ്ലീസിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? റിസർവ് ചെയ്തിട്ടുണ്ട്. അതായത് ആ റിസർവ് ചെയ്ത സീറ്റിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് ആർക്കേ മത്സരിക്കാൻ പറ്റുള്ളൂ? ഷെഡ്യൂൾഡ് കാസ്റ്റിന് റിസർവ് ചെയ്തതാണെങ്കിൽ ആ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട അല്ലെങ്കിൽ പട്ടികജാതിയിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രം, അത് ഏത് പാർട്ടിയും ആയിക്കോട്ടെ, നമുക്കറിയാവുന്ന ഏത് പാർട്ടി ആയിക്കോട്ടെ, ഇനി പാർട്ടിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എന്തായിരിക്കണം? ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിരിക്കണം. ഓക്കെ, ആ ഒരു പട്ടികജാതിയിൽപ്പെട്ട ആൾക്ക് മാത്രമേ അവിടെ മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് പാർട്ടി വിജയിച്ചാലും ആ വിജയിച്ചു വരുന്ന ആള് who belongs to the scheduled caste, അല്ലെ? ഈ ഒരു പട്ടികജാതിയിൽ പെട്ട ആളായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ വിഭാഗത്തിന് വേണ്ടി എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അങ്ങനെ ആ വിഭാഗത്തിന്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിക്കും. അതേപോലെ ഷെഡ്യൂൾഡ് ട്രൈബിന് റിസർവ് ചെയ്തിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിൽ അവിടെ ആര് മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ? ഒരു ഷെഡ്യൂൾഡ് ട്രൈബ് ആയിട്ടുള്ള പട്ടികവർഗത്തിൽപ്പെട്ട ഒരാൾക്ക് മാത്രമേ അവിടെ മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏതായാലും നമ്മുടെ രാജ്യത്ത് ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും എന്ത് ചെയ്തിട്ടുണ്ട്? ചില സീറ്റുകൾ ലോക്സഭയിലേക്കും അതേപോലെ സ്റ്റേറ്റ് അസംബ്ലീസിലേക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നിയമസഭയിലേക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? റിസർവ് ചെയ്തിട്ടുണ്ട്. Only those belong to the reserved category can contest in elections from the reserved constituencies. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. അതായത് ഇങ്ങനെയുള്ള റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസിലേക്ക് ആർക്കേ മത്സരിക്കാൻ പറ്റുള്ളൂ? ആ റിസർവ്ഡ് കാറ്റഗറിയിൽപ്പെട്ട, നേരത്തെ പറഞ്ഞല്ലോ, ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടി റിസർവ് ചെയ്ത കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിൽ ആ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ട ഒരാൾക്ക് മാത്രമേ അവിടെ മത്സരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതേ സമയത്ത് എല്ലാവർക്കും എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്. However, people belonging to various categories can cast their votes. ഓക്കെ, അതായത് ആ കോൺസ്റ്റിറ്റ്യുവൻസി, അത് റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി ആയിക്കോട്ടെ, അവിടെ മത്സരിക്കാൻ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ വോട്ട് ചെയ്യാൻ അവിടെ താമസിക്കുന്ന ആ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ പരിധിയിൽ വരുന്ന എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ നിലവിലെ കണക്ക് ഇവിടെ പറയാണ്. അറ്റ് പ്രസന്റ് 84 seats are reserved for scheduled castes and 47 seats for scheduled tribes in Lok Sabha. നിലവിൽ നമ്മുടെ ലോക്സഭയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ലോക്സഭയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാ? ലോക്സഭ സീറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ എണ്ണം എത്രയാണ്? 543 അല്ലെ? 543 ആണ്. അത്രയും ലോക്സഭാ സീറ്റുകളാണ് നമ്മൾ പറഞ്ഞത്.
ഓക്കെ, അതിൽ ഇത്രയും സീറ്റുകൾ 84 സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ ദി ഷെഡ്യൂൾഡ് കാസ്റ്റ്. 84 സീറ്റുകൾ ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 47 സീറ്റ്സ് ഫോർ ദി ഷെഡ്യൂൾഡ് ട്രൈബ്. 47 സീറ്റുകൾ ആർക്ക് വേണ്ടി? പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക്, ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ടും റിസർവ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രാതിനിധ്യം ലോക്സഭയിലും ലോക്സഭയിലും അതേപോലെ നിയമസഭയിലൊക്കെ പിന്നെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവരിൽപ്പെട്ട ആളുകളും ഭരണരംഗത്തേക്ക് വരുമ്പോഴാണ് അവരും ആ വിഭാഗത്തിൽപ്പെട്ടവരും എന്താവുക, സമൂഹത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് വരുള്ളൂ. അങ്ങനെ എല്ലാവരും ഒരേപോലെ ഒരു ഈക്വാലിറ്റിയുള്ള പിന്നെ ഒരു സമത്വമുള്ള സമൂഹമായിട്ട് നമുക്ക് മാറാനും സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്നുള്ളൊരു ഭാഗം, നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗം നമ്മളിപ്പോൾ നോക്കി. അതിന്റെ ഭാഗമായിട്ടെന്ന് നോക്കി റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി നമ്മൾ നോക്കി. ഇനി പറയാൻ പോകുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് വെച്ചാൽ സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്നർത്ഥം. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. A free and fair system of election. A free and fair system of election is essential to make elections impartial and transparent. നമ്മുടെ ഇലക്ഷനൊക്കെ ഇംപാർഷ്യൽ ആവണമെങ്കിൽ, അതേപോലെ ട്രാൻസ്പെറന്റ് ആവണമെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ എന്താ, നമ്മുടെ തെരഞ്ഞെടുപ്പുകളൊക്കെ സുതാര്യമാവണം, നിഷ്പക്ഷമാവണം, അല്ലേ? അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഇലക്ഷൻ ഏത് രൂപത്തിൽ നടക്കണം? ഫ്രീ ആൻഡ് ഫെയർ സിസ്റ്റം ഓഫ് ഇലക്ഷൻ അത്യാവശ്യമാണ്. എ ഫ്രീ ആൻഡ് ഫെയർ സിസ്റ്റം ഓഫ് ഇലക്ഷൻ ഇസ് എസെൻഷ്യൽ ടു മേക്ക് ഇലക്ഷൻസ് ഇംപാർഷ്യൽ ആൻഡ് ട്രാൻസ്പെറന്റ്. ഓക്കെ, സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനം വേണം. ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവരുത്. പണം കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവരുത്. ഭയപ്പെടുത്തിയൊന്നും പിന്നെ വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. മറിച്ച് എന്ത് വേണം? എ ഫ്രീ ആൻഡ് ഫെയർ സിസ്റ്റം ഓഫ് ഇലക്ഷൻ. അതുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ഷൻ എന്താവും? നേരത്തെ പറഞ്ഞതുപോലെ ഇംപാർഷ്യൽ ആവും ആൻഡ് ട്രാൻസ്പെറന്റ് ആവും, അതേപോലെ സുതാര്യമാവും നിഷ്പക്ഷമാവും എന്നൊക്കെ നമുക്ക് പറയാം. ടു ഫുൾഫിൽ this vision, provisions like universal adult franchise, right to contest in elections, independent election commission, etc. have been included in the constitution. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില വ്യവസ്ഥകളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ മാർക്ക് ചെയ്ത് പ്രത്യേകം പറയാം. അതായത് ഫ്രീ ആൻഡ് ഫെയർ സിസ്റ്റം ഓഫ് ഇലക്ഷൻ ആണ് വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു ഫ്രീ ആൻഡ് ഫെയർ സിസ്റ്റം ഓഫ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള, ഇന്ത്യന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില വ്യവസ്ഥകളാണ് ഏതൊക്കെ? ഒരു ഫ്രീ ആൻഡ് ഫെയർ സിസ്റ്റം ഓഫ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകളാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അങ്ങനെ വെച്ചാൽ എന്താണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അതേപോലെ മറ്റൊന്നാണ് റൈറ്റ് ടു കണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻസ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം. നെക്സ്റ്റ് വൺ ഇൻഡിപെൻഡന്റ് ഇലക്ഷൻ കമ്മീഷൻ, അതായത് ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓക്കെ, ഇങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഈ പറയുന്നത് പോലെ വളരെ സ്വതന്ത്രമായ നീതിപൂർവമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ രാജ്യത്ത് നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്താണ്? റൈറ്റ് ടു കണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം, അതേപോലെ ഇൻഡിപെൻഡന്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നമുക്കിവിടെ ചെറിയ രൂപത്തിൽ പഠിക്കാനുണ്ട്. ഏറ്റവും ആദ്യം യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതായത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അപ്പൊ ഇവിടെ ഒരു ചിത്ര രൂപത്തിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കണം. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് ശ്രീമൂലം പീപ്പിൾസ് അസംബ്ലി പ്രജാസഭ 1905. 1905 ഒരു കാര്യമാണ് അല്ലെ. 1905 തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസാണ്, ഒരു അറിയിപ്പാണ്. ഓക്കെ, 1905 തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അറിയിപ്പ്.
എന്താണ് ആ അറിയിപ്പിൽ പറയുന്നത്? പീപ്പിൾ എലിജിബിൾ ടു വോട്ട് ഇൻ ദി പീപ്പിൾസ് അസംബ്ലി ഓഫ് ശ്രീമൂലം. അതായത് ഈ ശ്രീമൂലം പ്രജാസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ വോട്ടവകാശത്തിന് അർഹരായിട്ടുള്ള ജനങ്ങൾ ആരാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ഇലക്ഷന്റെ കാര്യമാണല്ലോ പറയുന്നത്. ആ ഇലക്ഷനിലേക്ക് ആർക്കൊക്കെ വോട്ട് ചെയ്യാം, വോട്ട് ചെയ്യാനുള്ള അവകാശം ആർക്കൊക്കെയാണ് ഉള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ 2 പോയിന്റ്സ് പറയുന്നുണ്ട്. ആ 2 പോയിന്റ്സും ബാധകമാവുന്ന ആളുകളാണ് വോട്ട് ചെയ്യാൻ അർഹതപ്പെട്ടവർ. അപ്പൊ എന്താ അവിടെ പറയുന്ന കണ്ടീഷൻസ്? ഒന്ന്, ദോസ് ഹൂ പേ ആനുവൽ ലാൻഡ് ടാക്സ് ഓഫ് നോട്ട് ലെസ് ദാൻ ₹50. വാർഷിക ഭൂനികുതി 50 രൂപയിൽ കുറയാതെ അടയ്ക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് വോട്ട് ചെയ്യാം. 1905 50 രൂപ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ എമൗണ്ട് ആണ്. ഓക്കെ, ഒരു വലിയ എമൗണ്ട് ആണ്. സാധാരണക്കാരന് സ്വപ്നം കാണാൻ കഴിയാത്ത, അത്രയും വലിയൊരു നികുതിയായിട്ട് കൊടുക്കാൻ കഴിയാത്ത ഒരു എമൗണ്ട് ആണ്. അപ്പൊ അത്രയും സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അന്ന് പിന്നെ അവകാശം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ രണ്ടാമത്തെ കണ്ടീഷൻ, ദോസ് ഹു ഹാവ് ആനുവൽ ഇൻകം ഓഫ് നോട്ട് ലെസ് ദാൻ ₹2000. വാർഷിക വരുമാനം 2000 രൂപയിൽ കുറയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാം, അക്കാലത്ത് വോട്ടവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? സമൂഹത്തിലെ എലൈറ്റ് ക്ലാസ്, അല്ലെ, ഇക്കണോമിക്കലി റിച്ച് ആയിട്ടുള്ള, സാമ്പത്തികമായിട്ട് വളരെ മുൻപന്തിയിലുള്ള ആളുകൾക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് അവിടുന്ന് ഈ ഒരു പോയിന്റ്സ് മനസ്സിലാക്കാം. So have you read the notification given above? നമ്മൾ വായിച്ചു. What are the indications you get about the right to vote to the ശ്രീമൂലം പ്രജാസഭ of Travancore? അതായത് ഈ ശ്രീമൂലം പ്രജാസഭ തിരഞ്ഞെടുപ്പിലെ വോട്ടവകാശത്തെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ സൂചനകൾ ഈ ഒരു അറിയിപ്പിൽ നിന്ന് കിട്ടി? ഓക്കെ, ഈ ഒരു കാര്യം വായിച്ചെന്ന് അന്നത്തെ ഈ ഒരു പിന്നെ ശ്രീമൂലം പ്രജാസഭ ഇലക്ഷനിലേക്ക്, അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആ അന്നത്തെ വോട്ടവകാശം എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്തൊക്കെ ഐഡിയാസ് ആണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എക്സാമിന് വേണ്ടിയുള്ള കാര്യമല്ല. പക്ഷെ നാളെ നമുക്ക് മനസ്സിലായി അന്ന് എന്തുണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആണ് നമ്മുടെ ഹെഡിങ്, അതായത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അപ്പൊ അന്ന് എന്തുണ്ടായിരുന്നില്ല? ഈ പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് വാസ് നോട്ട് പ്രിവൈൽഡ് ഇൻ ദാറ്റ് സൊസൈറ്റി. നമുക്ക് അങ്ങനെ പറയാം, അല്ലെ? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് വാസ് നോട്ട് പ്രിവൈൽഡ് ഇൻ ദാറ്റ് സൊസൈറ്റി. അന്നത്തെ സമൂഹത്തിൽ എന്തില്ല? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമില്ല. അതേപോലെ നമുക്ക് ഒന്നുകൂടി പറയാം, ആർക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ? ഓൺലി ദി പീപ്പിൾ ദോസ് ഹാവിംഗ് ഹൈ ഇൻകം ഗോട്ട് ദി റൈറ്റ് ടു വോട്ട്, അല്ലേ? പീപ്പിൾ ദോസ് ഹാവിംഗ് ദി ഹൈ ഇൻകം ഗോട്ട് ദി റൈറ്റ് ടു വോട്ട്. ഉയർന്ന ശമ്പളമുള്ള ആളുകൾ മാത്രമാണ് അല്ലെങ്കിൽ ഉയർന്ന ശമ്പളമുള്ള ആളുകൾക്ക് മാത്രമാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും വോട്ടവകാശം ഇല്ല. സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി now you know aware about the criteria for the right to vote in Travancore and what is the present criteria of right to vote? Let's examine. അപ്പോൾ തിരുവിതാംകൂറിൽ മുമ്പുണ്ടായിരുന്ന വോട്ടവകാശത്തെ പറ്റി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി. അന്ന് വോട്ടവകാശത്തിന് എന്തായിരുന്നു അതിന്റെ ക്രൈറ്റീരിയ നമുക്ക് മനസ്സിലായി. എന്നാൽ ഇന്ന് വോട്ടവകാശത്തിന്റെ പിന്നെ മാനദണ്ഡം, ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അന്നത്തെ പോലെയല്ല, അത് മാറിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ലെറ്റ്സ് എക്സാമിൻ. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് നോക്കാം. ഒബ്സർവ് ദി പിക്ചേഴ്സ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നമുക്കറിയാം, വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്, അല്ലെ? ID കാർഡ് കയ്യിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ദി വോട്ടേഴ്സ് ഓഫ് ദി കൺട്രി ആർ വെയിറ്റിംഗ് ഇൻ ക്യൂ ടു കാസ്റ്റ് ദെയർ വോട്ട്. നമ്മുടെ രാജ്യത്ത് വോട്ടർമാർ വോട്ടവകാശം വിനിയോഗിക്കാൻ വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. The right to elect the representatives is the right to vote. ഓക്കെ, വോട്ട് ചെയ്ത് തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള നമ്മുടെ അവകാശമാണെന്ത്? വോട്ടവകാശം. സിമ്പിൾ ആണ്, ആലോചിച്ച് വെക്കാനുള്ള കാര്യമൊന്നുമില്ല. The right to elect the representatives is the right to vote. റൈറ്റ് ടു വോട്ട് അഥവാ വോട്ടവകാശം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താ? വോട്ട് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള നമ്മുടെ അവകാശമാണ് റൈറ്റ് ടു വോട്ട്. Those who elect their representatives are called electors. ശ്രദ്ധിക്കാം, അതായത് ഈ വോട്ടവകാശം വിനിയോഗിക്കുന്ന ആള്, വോട്ട് ചെയ്യുന്ന ആളുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന ആളുകൾ. ഇപ്പൊ ഞാൻ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുന്ന പേരാണ് സമ്മതിദായകൻ, ഇലക്ടർ. ഓക്കെ,
അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. ദോസ് ഹു ഇലക്ട് ദെയർ റെപ്രസെന്റേറ്റീവ്സ് ആർ കോൾഡ് ദി ഇലക്ടേഴ്സ്. ഓക്കെ, അതായത് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന ആളുകളെ സമ്മതിദായകർ, സമ്മതം നൽകുന്ന ആളാണല്ലോ സമ്മതിദായകർ, ഇലക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. The right to vote is the most effective method to ensure a citizen's participation in a democratic system. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നമ്മളൊരു ജനാധിപത്യ രാജ്യം എന്നൊക്കെ നമ്മൾ പറയും, ജനങ്ങളാണ് അവിടുത്തെ പരമാധികാരികൾ എന്ന് നമ്മൾ പറയും. പക്ഷേ ആ ജനങ്ങൾക്ക് പരമാധികാരം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭം ഏതാണ്? ഈ വോട്ട് രേഖപ്പെടുത്തലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 5 വർഷത്തേക്ക് എന്തില്ല? വോട്ടവകാശം അവിടെ ഇല്ല. വിജയിച്ച ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വകുപ്പ് നമുക്ക് ഇന്ത്യൻ ഡെമോക്രസി, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇല്ല. ഓക്കെ, റീകോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പിന്നെ ചില രാജ്യങ്ങളിൽ ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതായത് നമ്മൾ തിരഞ്ഞെടുത്ത ആളുകളെ മടക്കി വിളിക്കാനുള്ള, അവരുടെ പ്രവർത്തനം മോശമാണെങ്കിൽ മടക്കി വിളിക്കാനുള്ള ഒരു ഓപ്ഷൻ എവിടെയില്ല? ഇന്ത്യൻ ഡെമോക്രസിയിലില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നല്ല വ്യക്തികളെ നോക്കി വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം. അപ്പോൾ ദി റൈറ്റ് ടു വോട്ട് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ടു എൻഷുർ എ സിറ്റിസൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. അപ്പൊ ജനാധിപത്യ ഭരണക്രമത്തിൽ ഒരു വ്യക്തിയുടെ, ഒരു പൗരന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് എന്ത്? വോട്ടവകാശം. അത് നമ്മളെല്ലാവരും വിനിയോഗിക്കുക തന്നെ ചെയ്യണം. ദി റൈറ്റ് ഓഫ് ഓൾ അഡൽട്ട് സിറ്റിസൺ. ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് പോവാണ്. ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് വായിക്കാം. ഓക്കെ, ദി റൈറ്റ് ഓഫ് ഓൾ അഡൽട്ട് സിറ്റിസൺസ് to vote irrespective of caste, religion, race, language, sex, place of birth, etc. is universal adult franchise. അതാണല്ലോ നമ്മുടെ ഹെഡിങ്. അപ്പൊ എന്താണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് വെച്ചാൽ എന്താണ്? അതിനുള്ള ആൻസർ ആണ് ഇവിടെ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തത്. ദി റൈറ്റ് ഓഫ് ഓൾ അഡൽട്ട് സിറ്റിസൺസ് to vote irrespective of caste, religion, race, language, sex, place of birth, etc. is universal adult franchise. അതായത് ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ, പ്രാദേശിക വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അവിടെ എന്തില്ല? ജാതി നോക്കുന്നില്ല, മതം നോക്കുന്നില്ല, സ്ത്രീയാണോ പുരുഷനാണോ നോക്കുന്നില്ല, ഭാഷ നോക്കുന്നില്ല, പ്രദേശം നോക്കുന്നില്ല. മറിച്ച് എന്തുണ്ടായാൽ മതി? പ്രായപൂർത്തിയായാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ ആ പ്രായം എത്രയാണ്? വോട്ട് ചെയ്യാനുള്ള പ്രായം എത്രയാണ്? അത് ഇവിടെ പറയുന്നു. ഇൻ ഇന്ത്യ എവ്രിവൺ ഹു ഹാസ് അറ്റൈൻഡ് 18 years of age ഹാസ് ദി റൈറ്റ് ടു വോട്ട്. അതായത് 18 വയസ്സായ എല്ലാവർക്കും ഇന്ത്യയിൽ എന്ത് ചെയ്യാം? വോട്ടവകാശത്തിനുള്ള അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ബോക്സ് കൂടി നമുക്ക് കാണാം. അതും കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ഹൗ ആൻ ഇന്ത്യൻ സിറ്റിസൺ ക്യാൻ ബി എൻറോൾഡ് ഇൻ വോട്ടേഴ്സ് ലിസ്റ്റ്. 18 വയസ്സായാൽ മാത്രം പോരല്ലോ, നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരും കൂടി വരണം, എങ്കിലേ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരാളെ ഈ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക്, സമ്മതിദായക രജിസ്റ്ററിലേക്ക് നമ്മൾ ഉൾപ്പെടുത്താം? അതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ നോക്കാം. 3 കാര്യങ്ങൾ, 3 പോയിന്റ്സ് അവിടെ പറയുന്നത്. ഒന്ന്, കംപ്ലീറ്റ് 18 years of age on January 1st. ജനുവരി 1 18 വയസ്സ് പൂർത്തിയാവും. ഓക്കെ, അതായത് 18 വയസ്സ് പൂർത്തിയാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ സെറ്റിൽ ഇൻ എ കോൺസ്റ്റിറ്റ്യുവൻസി അറ്റ്ലീസ്റ്റ് 6 months. അതായത് പിന്നെ നമ്മൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രദേശത്ത് പിന്നെ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസ കാലയളവിൽ ആ ഒരു പ്രദേശത്ത്, ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ താമസക്കാരനായിരിക്കണം. അതാണ് രണ്ടാമത്തെ ഒരു കണ്ടീഷൻ പറയുന്നത്. ആൻഡ് ഗിവ് ആപ്ലിക്കേഷൻ ഇൻ ഫോം നമ്പർ 6A. അതൊരു സാങ്കേതിക വശമാണ് പറയുന്നത്. അതായത് നിർദ്ദിഷ്ട ഫോറം 6-ൽ, ഓക്കെ, 6A എന്ന് പറയുന്ന ആ ഒരു ഫോമിൽ നമ്മൾ അപേക്ഷ നൽകണം. അതിന്റെ ഒരു സാങ്കേതിക വശം പറയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്യാം. പിന്നെ
ഒരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് കൂടി ഇവിടെയുണ്ട് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് നമ്മൾ ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ 18 വയസ്സാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന് ഇന്ത്യയിലെ പ്രായം എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല മുമ്പുണ്ടായിരുന്നത്. ഇവിടെ പറയുന്നു യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് കെയിം ഇൻ ടു എഫക്ട് വിത്ത് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഓൺ 26 ജാനുവരി 1950. അതായത് 950 ജനുവരി 26-നാണല്ലോ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അന്ന് മുതൽ എന്തുണ്ട്? ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവും പിന്നെ നിലവിൽ വന്നിട്ടുണ്ട്. ഈ ഒരു യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന അന്ന് മുതൽ നിലവിലുണ്ട്. The Article 326 of the Constitution refers to the Universal Adult Franchise. നമ്മുടെ ഭരണഘടനയുടെ 326-ാമത്തെ ആർട്ടിക്കിൾ ആണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസുമായി ബന്ധപ്പെട്ട പിന്നെ പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ആർട്ടിക്കിൾ 326 ആണ്, അനുച്ഛേദം 326. ആർട്ടിക്കിൾ 326 ആണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. The minimum age for the right to vote was 21 years till 1989. ഓർക്കുക, ഇന്ന് 18 വയസ്സാണെങ്കിലും 1989 വരെ 21 വയസ്സുണ്ടെങ്കിലേ നമുക്ക് വോട്ടവകാശം ലഭിച്ചിരുന്നുള്ളൂ. ഓക്കെ, 1989 വരെ അങ്ങനെയായിരുന്നു. 21 വയസ്സ് വേണം വോട്ടവകാശം ലഭിക്കണമെങ്കിൽ. ദി 61st amendment of the Constitution reduced the voting age from 21 to 18. അത് പിന്നീട് 18 വയസ്സാക്കി മാറ്റിയത് എപ്പോഴാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 61ാമത്തെ ഭേദഗതിയിലാണ്, 61st അമെൻമെന്റിലാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലാണ് നമ്മുടെ വോട്ടിംഗ് ഏജ് 21 18 ആക്കി റെഡ്യൂസ് ചെയ്തത്, കുറച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു GK ആണ്. ജനറൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവിടേക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് ഓർത്തു വെക്കുക. അതുകൊണ്ട് തന്നെ ഓർത്തു വെക്കുക. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു കാര്യം കൂടി, എക്സ്ട്രാ റീഡിങ്ങിന്റെ ഒരു ബോക്സും കൂടി ഇവിടെ പറയുന്നുണ്ട്. അതും കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം, മുഴുവനായിട്ട് വായിക്കുന്നില്ല. ചേഞ്ചിങ് വോട്ടിംഗ് മെത്തേഡ്സ്, അതായത് മാറുന്ന വോട്ടിംഗ് രീതികൾ എന്നാണ്. അതായത് പണ്ടൊക്കെ ബാലറ്റ് പേപ്പറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ നമ്മൾ പിന്നെ ഒരു ഇൻറ്റു മാർക്ക് ചെയ്തോ അല്ലെങ്കിൽ ടിക്ക് ചെയ്തോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പേര് എഴുതിയോ ഒക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഒരു പെട്ടിയിലേക്ക് നമ്മൾ ആ പേര് ഉള്ള സ്ലിപ്പ് പിന്നെ നിക്ഷേപിച്ച് അത് പിന്നീട് ആ ഓരോ സ്ലിപ്പുകൾ കൗണ്ട് ചെയ്ത് ഓരോ സ്ഥാനാർത്ഥിക്കും എത്ര സ്ലിപ്പുകൾ ഉണ്ട് അങ്ങനെ നോക്കി പിന്നെ വിജയവും പരാജയവും ഒക്കെ തീരുമാനിച്ചിരുന്ന ഒരു രീതിയാണ് പണ്ട് ഉണ്ടായിരുന്നത്. നമ്മൾ ബാലറ്റ് പേപ്പർ എന്നാ പറയാ. ഓക്കെ, ഇങ്ങനെയുള്ള ആ സ്ലിപ്പിന് ബാലറ്റ് പേപ്പർ എന്നാ പറയുക. അപ്പൊ അങ്ങനെയുള്ള ബാലറ്റ് ബോക്സുകളും ബാലറ്റ് പേപ്പറും ഒക്കെയുള്ള ഇലക്ഷൻ ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. എന്നാൽ അത് മാറി ഇന്ന് നമുക്കറിയാം EVM, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, അല്ലെ? EVM അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോം ആണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അതാണ് വളരെ വ്യാപകമായിട്ട് നമ്മുടെ രാജ്യം മുഴുവൻ, കേരളത്തിലും അതേപോലെ നമ്മുടെ രാജ്യം മുഴുവനായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്താണ്? EVM ആണ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ, കുറെ കൂടി വേഗത്തിൽ നമുക്ക് വോട്ട് രേഖപ്പെടുത്താനും അതേപോലെ റിസൾട്ട് വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കാനും, വോട്ട് കൗണ്ട് ചെയ്ത് വളരെ പെട്ടെന്ന് റിസൾട്ട് പ്രഖ്യാപിക്കാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ വ്യാപകമായിട്ടുള്ള ആരോപണങ്ങളും EVM-മായി ബന്ധപ്പെട്ട്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുണ്ട്. അതിന്റെ മറ്റൊരു വശമാണ്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. സോ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പറയാം. ഓക്കെ.